സെമി കിച്ചൻ എലമ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ചെറിയ വ്ളോഗാണ്. എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള ചെറിയൊരു വീഡിയോ ആണ്. കാരണം 8ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് രണ്ടാമത്തെ മീറ്റപ്പിന് സെലക്ഷൻ കിട്ടിയത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ചാനൽ തുടങ്ങുമ്പോൾ അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. കുറച്ച് നാടൻ രീതിയിലുള്ള കുക്കിംഗ് അറിയാം, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറാം എന്നേ കരുതിയുള്ളൂ. പിന്നെ ചാനൽ വളരുന്നത് കണ്ടപ്പോഴാണ് ഇതിൽ നിന്നും കിട്ടുന്ന അംഗീകാരങ്ങൾ ഒക്കെ അറിയുന്നത്. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനും കാക്കും മക്കളൊക്കെ കൂടി പോയി. ഇളയച്ചൻ്റെ മക്കൾ പോരാന്ന് പറഞ്ഞതായിരുന്നു. കഴിഞ്ഞ മീറ്റപ്പിൽ അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവരെ വിളിച്ചതാണ്. അപ്പോൾ അവർ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയൽവാസി കുട്ടികളെ വിളിച്ചിട്ട് അവരെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഈ പരിപാടി രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് എത്താൻ കുറച്ച് വൈകിയിരുന്നു. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെല്ലുന്ന ഭാഗങ്ങൾ തന്നെ ഇതാ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഇതിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ റിസോർട്ടുള്ളത്. അപ്പം മക്കളൊക്കെ ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരനുജത്തിൻ്റെ മോൾ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതൊരു അനുജത്തിൻ്റെ മോനാണ്, അവനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുതന്നെ കുറേ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് തന്നെ ലെങ്ത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. എന്നാലും ഇതിലുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ അവരെന്നോട് മാസ്ക് താത്താൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന് ഇരുന്ന ഇപ്പം തന്നെ എന്നെ വിളിച്ചു അവർ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ മീറ്റപ്പിലൊന്നും എന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ചാനലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ചെന്ന് തുടങ്ങിയേക്ക് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷേ എന്നെ വിളിക്കുന്നു തീരെ അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. നമുക്ക് അടുത്തായിട്ട് ദിൽഷനെ വിളിക്കാം. നിങ്ങൾ യൂട്യൂബ് ജേണി സംസാരിക്കാനൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് സംസാരിച്ചിട്ട് എല്ലാവരും പരിചയപ്പെടാം. കുട്ടികളുടെ പരിപാടി, വലിയ ആൾക്കാരുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഗസ്റ്റുകളുണ്ട്, ഗസ്റ്റുകളൊക്കെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടെന്ന് എന്നെ വിളിക്കുന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം അറിഞ്ഞിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിയൊക്കെയായിരുന്നു. ഇതൊന്നും മനസ്സിൽ കരുതാതെ പെട്ടെന്ന്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് ലൈല ആണ്. ഞാനൊരു ഏകദേശം 3 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ ജൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പം നമ്മുടെ 2ാമത്തെ മീറ്റിംഗ് ആണ്. സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങോട്ട് പോവാന്നുള്ള ധാരണയിലാണ് ഞങ്ങള് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അങ്ങനെ അതിനകത്ത് തന്നെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ കാണുന്നു, അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നാണ് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങള് യൂട്യൂബ് ചാനൽ ഓരോ തുടങ്ങി. ആദ്യം മണിക്കപ്പടിയൻസ് എന്നുള്ള പേരിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരികയായിരുന്നു. കഴിഞ്ഞതില് ഒത്തിരി സന്തോഷം. നിങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാനൊക്കെ സാധിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. കാക്കൂനെ കണ്ടപ്പോൾ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് സെമി കിച്ചനാണോ എന്ന്. കാരണം കാക്കൂനെ അറിയുള്ളൂ. ഞാൻ ചില വീഡിയോയിലൊക്കെ കാക്കൂനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കൂനെ മക്കളൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ അറിയാം. അതിൽ അധിക പേരും ഞാൻ അറിയാത്ത ആൾക്കാരാണ്. എന്നാലും അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കാലത്ത് 2 മണിക്കൊക്കെ ട്രെയിൻ കയറിയിട്ട് ഇവിടെ 10 മണിയൊക്കെ ആയപ്പോഴേക്കിന് എത്തിയതാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ സെമി കിച്ചൻ എലംകുളം. ഞാൻ വെറുതെ ഒരു ചാനൽ കുട്ടികളെ കൂട്ടി തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നാടൻ രീതിയിൽ കുറച്ച് കുക്കിംഗ് അറിയാം, അതുകൊണ്ട് തുടങ്ങി. പക്ഷെ പെട്ടെന്ന് മോണിറ്റേഷനായി. പിന്നെ അങ്ങനെ കയറി വന്ന് ഇപ്പോൾ റവന്യൂ ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അതെ, അത്ര തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് 4000 കഴിഞ്ഞിട്ടുണ്ട്. 1 വർഷം കൊണ്ട് മോണിറ്റേഷനായി. 2 വർഷമായിട്ടുള്ള തുടങ്ങിയിട്ട് ചാനൽ. കൊറോണ അല്ല
മാസ്ക് ഒരു കാണിച്ച എല്ലാവർക്കും മുഖം കാണിരുന്നു. അനിയത്തിയുടെ മോളാണ് വരുന്നത്. ഇത് അവിടെ തന്നെ എന്താ പറയുക, UP പള്ളിയുടെ അടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. പിന്നെ എന്താ 1K ആയിട്ടുള്ളൂ, മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടില്ല, ഒരു ബിഗിനറാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. കഴിഞ്ഞ പ്രാവശ്യം 1K ആയിട്ടുണ്ടാവില്ല, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് 1K ആയത്. LSS ആണോ? ആ, എനിക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. നമുക്കിനി പെട്ടെന്ന് ലിജത്തിന്റെ മോളായിരുന്നു അത്. അപ്പോൾ അവൾക്കൊരു ചാനലുണ്ട്, ഷബ്രീം വ്ളോഗ് എന്ന്. അപ്പോൾ അവളെ ചാനലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളെയും വിളിച്ചു. അപ്പോൾ അതാ പിന്നെയും ഓരോ പരിപാടികളും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തുടങ്ങിയ ടൈമിൽ കുറച്ച് കുക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഈ പറഞ്ഞ എല്ലാവരും സീനൊക്കെ ചെയ്തു. കൂടുതലുണ്ടായിരുന്നു, പകുതിക്ക് വെച്ചിട്ടില്ല, അത് എങ്ങനെയാണ് താന്നുപോയി. എന്റെ അതുപോലെ സ്റ്റോപ്പ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇട്ടു, വാപ്പിച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടു. എല്ലാവരും കളിയാക്കിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിനിപ്പോ 25K ഫോളോവേഴ്സ് ആയി. ജസ്റ്റ് നമ്മുടെ ആശയങ്ങളൊക്കെ കുറച്ച് പറയാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഒരിക്കലും മോണിറ്റൈസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതല്ല. മോണിറ്റൈസ് ആയി. അപ്പോഴും ഏണിങ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഏണിങ് കിട്ടി, പിന്നെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അതൊക്കെയാണ് യൂട്യൂബിനെ പറ്റി പറയാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇത്തേനത് സജിനത്ത. പക്ഷെ അവർക്ക് ഒന്നും പറയാൻ കഴിയണില്ല, അവർ ഒന്നും പറയുന്നില്ല. അപ്പം അവരെ പറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മതി പറയുന്നത്. ഇതിവിടെ ഇപ്പൊ നേരെ സംസാരിക്കേണ്ടോണ്ടാണ് ഇവിടെ സംസാരിക്കാത്ത. അടി ഉണ്ടാക്കാനാണെങ്കിൽ ഫോണൊന്ന് കൊടുത്തെങ്കിൽ പുറത്ത് ചെന്നിട്ട് ഒരു അടിയാണെങ്കിൽ ഇപ്പൊ സഞ്ജന ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അല്ല, അത് ഫോണിൽ വോയിസ് ഇടാനുള്ള ഒരു കപ്പാസിറ്റി അല്ല, അത് ഷണ്ണ തെളിയിച്ചു. ഇവിടെ നന്നായിട്ട് ഇവിടെ വന്നിട്ട് പറ്റിയൊരു സന്തോഷം. രണ്ടാമത്തെ മീറ്റപ്പ് ആണ്. ഫസ്റ്റ് മീറ്റപ്പിന്റെ ഒരു 4 ദിവസം മുന്നെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ അതായത് ഒരു ആൽബം മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഞാനും അൻസാറും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഒരു ആൽബം ചെയ്തിട്ടാണ്, പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ ചില ഇത് പറയുന്ന പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ വീഡിയോസ് ആണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല്. സെക്കൻഡ് ചാനല് ഫസ്റ്റ് തുടങ്ങിയ ചാനല് ഒരു 14K ആയിട്ടുണ്ട്. സെക്കൻഡ് ചാനല് 79K ആയി. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇവര് റാണി കിരൺ മച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് എന്ന് പറയുന്നത്. അവരെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഇവർ രണ്ടാളുമാണ് ട്രെയിൻ കയറി വന്നത്. ഇവരെ മോന് വിദേശത്ത് എവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മോന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൂടവ കൊടുത്തിട്ട് സ്വീകരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവര് കുറേ നേരത്തെ എത്രയോ കിലോമീറ്ററുകളൊക്കെ പറഞ്ഞ് അതൊക്കെ താണ്ടി ട്രെയിനൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഇവർ നേരത്തെ ഇവിടെ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പൊ എല്ലാവരോടും നമ്മളായാലും നമ്മളെ കൂടെ ഇല്ലാതെ വരില്ലല്ലോ. നമ്മളെ പേരൻസ് ആയാലും ഇവര് നാട്ടിലില്ല, എന്നാലും ആ സന്തോഷത്തിൽ വന്ന അപ്പൊ അമ്മക്ക് വെച്ചു പള്ളിയിലെ ശുശ്രൂഷകനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചെന്നിട്ട് വേണം പള്ളിയിലെ ബാക്കി കാര്യങ്ങൾ. സംഘാടകർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കൂത്തുപോയി നമസ്കാരം. കിച്ചൺ വ്ളോഗർ എൻ്റെ മോളാണ്. ഇത്തരം ഒരു വേദിയിലൊന്നും പാടാറില്ല, എങ്കിലും മോളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഗാനം ശരിയാവുമെന്ന് അറിയില്ല, നോക്കാം.
തീർച്ചയായും എൻ്റെ മൂത്ത മോളാണ് സജന അൻവർ. നല്ലൊരു കഴിവ് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് അവൾ നേടിയെടുത്തതാണ് ഇങ്ങനെയുള്ളൊരു അവസരമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനതിൽ യാതൊരു ചലനവും പ്രചോദനവും ഒന്നും കൊടുത്തിട്ടില്ല. സ്വന്തം നിലയിൽ ആണായാലും പെണ്ണായാലും എവിടെ എത്തിച്ചേരാം, പ്രത്യേകിച്ച് ഒരു പ്രയാസങ്ങളൊന്നും കൂടാതെ അത് സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ. അല്ലാതെ നമുക്കൊരു പലരും പലതിനെയും പല രീതിയിലാണ് വിലയിരുന്നത്. ഓരോരുത്തർ കാഴ്ചപ്പാടുകളാണ് കൂട്ടത്തിൽ പറയുമ്പോൾ നോക്കിക്കാണുന്നത് പോലെ ഓരോരുത്തരും ഇതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. ചിലപ്പോൾ അങ്ങനെ കാഴ്ചപ്പെടാൻ കഴിയും, വേറൊരുത്തരും വേറെ രീതിയിലാണ്. അതൊക്കെ അവരവരുടെ വിലയിരുത്തലുകളാണ്. നമ്മൾ ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്നു നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത്. അത് മോളിലുണ്ട്, എനിക്ക് ഉറപ്പാണ്. എല്ലാ ആശംസകളും. കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് വേറൊരു വലിയ ഹാളിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഗസ്റ്റുകൾ വരുന്നുണ്ട്. നല്ല വലിയ വലിയ മെസ്സേജൊക്കെയാണ് ഞങ്ങൾക്ക് അവർ കാണുന്നത്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അവിടേക്ക് ചെന്നപ്പോഴല്ലേ തിരക്ക് കാണുന്നത്. എല്ലാവരും ഒരുമിച്ചായപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. വരിയിലൊക്കെ നിന്നിട്ട് ഓരോരുത്തരോരോ പ്ലേറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ട് കഴിച്ചത്. 2 തരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫോം പൂരിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് വന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു പരിപാടിയാവുമെന്നും. ഇത് പങ്കെടുത്തപ്പോഴല്ലേ അറിയുന്നത്. നല്ലൊരു അടിപൊളി പരിപാടി തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും കഴിഞ്ഞ മീറ്റപ്പിനേക്കാളും വലിയ ഷാർലറ്റ് മീറ്റപ്പ് തന്നെയായിരുന്നു ഇത്.
പിന്നെ ഇവിടെ ഒരു ഇത്തനെ പരിചയപ്പെട്ടതാ ഇവര് ഊട്ടിയിലുള്ള ഇത്തയുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ ഈ ഇത്തനെ പരിചയപ്പെട്ട മതി. അവർക്ക് അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അഞ്ചത്തിൻ്റെ മോള് നിങ്ങളിവിടെ കണ്ടുപോയി നല്ല ആൾക്കാരാന്നാ. നല്ല മണം. ഇവിടെ എന്താ വേറെ നല്ല രസമുണ്ടല്ലോ. മരോ അതാ വരുന്ന എന്താ കപ്പലോ ബോട്ട്. ഷബ്രി ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഇപ്പൊ കാണുക? ഞാനിപ്പോ കാണുകയാണേ. എന്താ രസല്ലേ. ആ കര ഉണ്ടില്ലേ, ഞങ്ങളെ വീടാ. ഞങ്ങളെ വീടിന്റെ അടുത്തോടെ മക്കള് മൊത്തം കളിക്കന്നെയാണ്. ഇവിടെ എല്ലാ ഭാഗത്തും കളിക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളതൊക്കെ. അപ്പൊ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ സാറ് വന്നിട്ടുണ്ട്. തോന്നുമ്പോ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ എന്റെ അധ്യാപകർ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. 8 മുതൽ 10 വരെ പഠിച്ച സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. പോളിടെക്നിക് തിരൂർ SSM പോളിടെക്നിൽ എന്റെ അധ്യാപകർ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പഠിച്ച് അവിടെയും എന്റെ അധ്യാപകർ വെച്ച് ഞാൻ ക്ലാസ് എടുത്തത്. അടുത്ത ആഴ്ച വീണ്ടും അവിടെ ഒരു ക്ലാസ് ഉണ്ട്. 700 പിള്ളേർ 800 പിള്ളേർ ഒരുമിച്ചാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, കയറി കഴിഞ്ഞാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. ഉറപ്പൊരിക്കും. ശ്രദ്ധിച്ചോളേ. ഡോക്ടർ സഞ്ജീവ് എന്നൊക്കെ നിങ്ങൾ കാണണം. PhD ഹോൾഡർ ഇൻ ഹിന്ദി ലിറ്ററേച്ചർ. ഡാൻസ് എൻ്റെ ഒരു പാഷനാണ്. ചേട്ടൻ പറഞ്ഞു ടീച്ചിങ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. ഡാൻസ് എൻ്റെ ഒരു പാഷനാണ്. ഈ യൂട്യൂബേഴ്സിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിച്ചത് വളരെയധികം സന്തോഷം അറിയിക്കുന്നു. നമുക്ക് ഒരുമിക്കാം. തീർച്ചയായും എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നല്ല മസ്തി ഡാൻസ് വേണമെന്ന്. തീർച്ചയായും മസ്തി ആയി തന്നെ നമ്മൾ തുടങ്ങും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നമ്മൾ കാണിച്ചിരിക്കണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. എങ്കിലും ഫ്രണ്ടിൽ വരുന്ന വാഹനക്കാരും ബാക്കിൽ വരുന്ന വാഹനക്കാരും നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് റൈറ്റിലേക്ക് ഈ കൈ കൊടുത്താണ് റൈറ്റ്. ലെഫ്റ്റിലേക്ക് ഇതേ കൈ കൊടുക്കുന്ന ആന്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം കറക്കുക. ഈ കറക്കുന്ന വ്യാസത്തിന് അളവുണ്ട് 30 സെന്റിമീറ്റർ. എത്രയാണ്? 30 സെന്റിമീറ്റർ. നാളെ നീ ബൈക്ക് പോകുന്ന സമയത്ത് സ്കെയിലൊന്നും വെച്ച് ലെഫ്റ്റ് തിരിയുമ്പോൾ സ്കെയിലൊന്നും വെച്ച് നടക്കുന്നത് വണ്ടിയുടെ പാട്ട് പോയേ. അപ്പൊ റൈറ്റ് ലെഫ്റ്റ്. അടുത്ത സ്ലോ ഡൗൺ സിഗ്നൽ. ബാക്കിൽ വരുന്ന വാഹനക്കാരോട് നിങ്ങളുടെ വാഹനത്തിന് വേഗത കുറയ്ക്കുമെന്ന് കാണിക്കുന്ന സിഗ്നലാണ് സ്ലോ ഡൗൺ സിഗ്നൽ. ഈ കൈ കൊണ്ട് തന്നെ 3 പ്രാവശ്യം മുകളിലേക്കും താഴത്തേക്കും. അല്ല ബസ്സിൽ ക്ലിയർ ചെയ്യുന്ന മെക്സിക്കൻ തിരമാല അല്ല. അടുത്ത സ്റ്റോപ്പ് സിഗ്നൽ. സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നതിന് മുന്നേ സ്ലോ ഡൗൺ സിഗ്നൽ കാണിച്ചിരിക്കും. കാരണം നിങ്ങളുടെ വാഹനത്തിന് വേഗത കുറയ്ക്കൂ, എന്റെ വാഹനം നിർത്താൻ പോവുകയാണ്. അടുത്ത ഓവർടേക്ക് സിഗ്നൽ. തന്റെ വാഹനത്തെ മറികടക്കാൻ ബാക്കിൽ വരുന്ന വാഹനത്തിന് കാരണക്കാരോട് അനുവാദം കൊടുക്കുന്ന സിഗ്നലാണ് ഓവർടേക്ക്. ഈ കൈ കൊണ്ട് അർദ്ധ വൃത്താകൃതിയിൽ 3 പ്രാവശ്യം. ഇതാണ് ഓവർടേക്കിംഗ് സിഗ്നൽ.
ഈ വിനോദ സാർ നാളെ ബസ്സിന് ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങിയിട്ട് ബൈക്ക് പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വാഹനക്കാർ അവിടെ ചവിട്ടി നിർത്തും. ഇയാൾക്ക് എന്താ ഭ്രാന്തോയി? കാരണം അവനറിയില്ല. മലയാളികൾ കാണിക്കുന്ന സിഗിൽ ഇതൊന്നല്ല. ഇതാണ് ഇത്. ഒരു മിനിറ്റ്, അത് മലയാളികൾക്ക് മാത്രമുള്ള സിഗിൽ. ഇനി സൽമ പറഞ്ഞ കാര്യത്തിലേക്ക്. സൽമ പറഞ്ഞു, ഞാൻ പ്രവാസിയാണ്, ഞാൻ ഇവിടെ ഓടിക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്നും കാണിക്കാറില്ല സിഗിൽ, ഞാൻ മുഴുവൻ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളാണ്. ഓക്കെ, വെൽ 2017 ഞാൻ പാലക്കാട് ചെല്ലുന്ന സമയത്ത് പിന്നെ ബാക്ക് ഇൻഡിക്കേറ്റർ ഫീസായിരുന്നു. മനസ്സിലായോ? ഫ്യൂസായിരുന്നു. മനസ്സിലായി? ഇൻഡിക്കേറ്റർ കാര്യമില്ല. അപ്പൊ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മുടെ ശത്രു മിത്രം ആരാണ്? നമ്മുടെ നാക്കാണ്. ഡ എന്ന് പറഞ്ഞു, ഡോ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. എന്താടി എന്ന് പറയണം, എന്താ മോളെ എന്ന് പറയണം, വ്യത്യാസമുണ്ട്. ഉണ്ടോ ഇല്ലേ? നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടാ നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യും? ബാത്റൂം പോയി എഴുതും. എന്താണ്? സന്തോഷ് പ്ലസ് ഇന്ത്യ ടീച്ചർ പ്രേമ എഴുതിക്കും. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചു, നിങ്ങൾ പോയിക്കോ. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റ് പറ്റിയ അംഗീകരിക്കും. സ്പീഡ് കാഴ്ചയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ചെയ്ത് സ്പീഡ് കൂടുന്ന നമ്മുടെ ശ്രദ്ധയിലേക്കും സ്ട്രൈറ്റ് ആയി 40 കിലോമീറ്റർ സ്പീഡ് ഞാൻ നിങ്ങളെല്ലാവരും കാണുമെങ്കിൽ എന്റെ വാഹനത്തെ സ്പീഡ് 50 ആണെങ്കിൽ ആദ്യത്തെ ലൈനിലേക്കല്ല, 60 രണ്ടാമത്തെ ലൈനിലേക്കല്ല, 80 ആകുമ്പോൾ മൂന്നാമത്തെ ലൈനിലോടേക്കല്ല, 100 ആണെങ്കിൽ 4ാമത്തെ ലൈനിലോടേക്കല്ല. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്ട്രൈറ്റ് ആയിരുന്നു. കൊറേ കിച്ചൺ നോക്കി കിട്ടുന്നില്ല. മാസ്കൂരില്ലേ നമ്മള് പണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് എല്ലാരും കടത്ത പറഞ്ഞിട്ട് ഇവക്കും ഒന്ന് പാട്ടാടണം. പെണ്ണെ എന്നിലെ റോഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ, എന്നിലെ ചവും നീയേ മുത്തായി നീ മിന്നണമലയല്ലേ. പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട്, ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ, ഇരുലോകം കൈരുണ്ടൊരുമുല്ല പരിഭാവനമായോരാസരമുല്ല, പരിശോഭിതമാണ് പരിശുദ്ധ റസൂലോരെ പരദീസയിലുണ്ടൊരു മുല്ല പരിഭാവനമായോരാസരമുല്ല, പരിശോഭിതമാണ് പരിശുദ്ധ റസൂലോരെ ലാഹൂത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളി ബദരേ, ലാഹൂത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളി ബദരേ, ലോകേ നിറഞ്ഞൊരു നായകനെ നബിയെ സബറേ, ലോകേ ലോകം വാരിത്തു പുരാണവനേകിയതിന്നൂറേ, ജിന്നും ജബലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജഗന്നാത്തിൽ ഫിർദൗസിൽ കോർത്തു കൊടുത്തൊരു പേര് മുഹമ്മദരേ, ജിന്നും ജബലും പറവകളൊക്കെ പടച്ചവനെ അഹദേ, ജഗന്നാത്തിൽ ഫിർദൗസിൽ കോർത്തു കൊടുത്തൊരു പേര് മുഹമ്മദരേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആരെങ്കിലും സംസാരിക്കണ്ടോ? ആർക്കെങ്കിലും പറയണ്ടോ?
ഇവിടുത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിപാടി ഉണ്ട് പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അതിപ്പോൾ എനിക്ക് ഇത്രയൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഇളയച്ഛൻ്റെ മോനെ കൊണ്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും എന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും മക്കളെ ഓരോരുത്തരോരോ വീട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോഗിന്റെ വീടാണിത്. ഷബ്രി വ്ളോഗിന്റെ അടുത്ത് സമ്മാനം ഉണ്ട് കേട്ടോ. സമ്മാനം ഉണ്ട്. അത് നോക്കിയോക്കോളെ നോക്കിയോക്ക നോക്കിയോക്ക് കൊച്ചനുജത്തിയാണ്. രാത്രി പുത്തിരോ തിന്നോ തിന്നോ കാര്യന് പറ്റുണ്ണി. നല്ലതാണ് കിട്ടിയതാണ് ഗൈസ്. ഭാഗം ചെത്തിക്കളയേണ്ടേരും. നിങ്ങൾക്ക് അവിടെ ഉണ്ടോ ചിക്കുല്ല? ഞങ്ങൾക്ക് ഭാഗത്തിനുണ്ടോ? വ്ളോഗിന്റെ ഏട്ടനാണിത്. അനിയത്തി കൊച്ചനിയത്തി. കണ്ട സന്തോഷത്തിൽ ഇവിടെ എന്തൊക്കെയാ ആക്കി വെച്ചിട്ടുണ്ട്. ചക്കേ മുരിക്ക ചക്ക അടിച്ചൊക്കെ. സെമീസ് കിച്ചൺ എലങ്ങളത്തിന്റെ മൊമെന്റോ ആണ് ഗൈസ്. പ്ലേ ബട്ടൺ നല്ല പാടാൻ വയ്ക്കും. അവൾക്ക് മൂന്തി ആയ പാട്ടും കൂത്തൊക്കെ എന്നാ ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്ന് പാടാൻ പറഞ്ഞു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റപ്പിന്റെ വ്ളോഗ് മൊത്തം തീർന്നിട്ടുണ്ട്. ഞാനത് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ ഒരു അനുജത്തിൻ്റെ മോളെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങളിതാ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് മൊമെൻ്റോ കിട്ടിയതാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൊമെൻ്റോ ഇതാ അതും ഞാനിവിടെ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ട്രോഫികളാണ് ഇതൊക്കെ. മോന് വാങ്ങിക്കൂട്ടിയതാണ്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പോൾ അതാ ഇതിവിടെ എവിടെയെങ്കിലും വെക്കാനൊരു ഗ്യാപ്പ് ഉണ്ടോ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അനുജത്തിൻ്റെ മോനെ വീട്ടിൽ പറഞ്ഞയച്ചിട്ടില്ല. ഇനി അവനെ ഞങ്ങൾ കുറച്ച് വൈകിയത് തൊട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതാ അവൻ്റെ വീട് എത്താനായിട്ടുണ്ടായിരുന്നു. ഇതാ അവിടെ എത്തി. അപ്പോൾ അവന് കിട്ടിയ മൊമെൻ്റോ അവന് ബാഗൊക്കെ പിടിച്ച് ഉമ്മാക്കൊരു സർപ്രൈസ് ആയിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതുവരെ അവൻ കാണിച്ചിട്ടില്ല. അഞ്ചെത്തി അങ്ങനെ പുറത്തേക്ക് വല്ലാണ്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ചെത്തി അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ ഒരു ഏട്ടത്തിൻ്റെ മോനുണ്ടായിരുന്നു. ഓന് ആദ്യം ചാനലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതാ ഇവനും ഉണ്ടായിരുന്നു. പക്ഷെ ഇവനും നിർത്തിയതായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.